മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പടച്ചോനോട് ചോദിക്കാൻ എന്തെങ്കിലും പഠിപ്പിച്ച് തരണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പടച്ച റബ്ബിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചെറിയൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ആഴവും അതിൻ്റെ അർത്ഥവും ആണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടായി കൊടുത്തത് കാണാം. യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ അസ്സ വജൽ, പടച്ച റബ്ബിനോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം റസൂലെ അറിയിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി സലില്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് നീ ആഫിയത്തിനെ ചോദിക്കണം. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അല്പം ദിവസം കഴിഞ്ഞ് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഇതേ ചോദ്യവുമായി വരാൻ, ആ സമയത്തും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു സലില്ലാഹൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും പടച്ച റബ്ബിനോടുള്ള ആഫിയത്ത് സൗഖ്യത്തെ ചോദിക്കണം എന്ന് അദ്ദേഹത്തോട് പറയാൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യാ അമ്മി അക്സിർ മിനദ് ദുആഇ ബിൽ ആഫിയ, അല്ലയോ പിതൃവ്യ അക്സിർ, നിങ്ങൾ വർദ്ധിപ്പിക്കണം ആഫിയത്തിനുള്ള ചോദ്യം, അള്ളാഹുവിനോട് ആഫിയത്ത് ധാരാളമായി ചോദിക്കണമെന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അയ്യുദ് ദുആഇ അഫ്ളൽ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് ഏത് പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലില്ലാഹൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തുമുള്ള ആഫിയത്തിനെ പടച്ച റബ്ബിനോട് ചോദിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞൊരു വാക്കുണ്ട്, അൽ ആഫിയത്തു ഇദാ ദാമത് ജുഹിലത്ത്, ആഫിയത്ത് എന്നുള്ള കാര്യം, നമുക്ക് സൗഖ്യം എന്നുള്ള കാര്യം ഇദാ ദാമത് ജുഹിലത്ത്, നമ്മൾക്കുണ്ടാവുന്ന കാലത്തോളം നമ്മൾ ജാഹിലിങ്ങളാവും, നമുക്കത് ഉണ്ടെന്ന് അറിയില്ല, നമ്മൾക്കല്ല ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ഐശ്വര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ടാവുന്ന കാലത്ത് മനുഷ്യർ ജാഹിലിങ്ങളാവും. വഇദാ ഫുഖിദത് ഉരിഫത്, അവർക്കെങ്ങാനും അത് നഷ്ടപ്പെട്ടാൽ, നഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും അതിൻ്റെ വില, അതിൻ്റെ ഗൗരവം, അതിൻ്റെ മഹത്വം അവർ തിരിച്ചറിയുക. അതുകൊണ്ട് ഫഷ്കുറുല്ലാഹ അലാ ദവാമിൽ ആഫിയ, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആഫിയത്തിന് പടച്ച റബ്ബിനെ സ്തുതിക്കണമെന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ആരോഗ്യമുണ്ട്, പ്രശ്നമില്ല, ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. പക്ഷെ എന്നാണോ നാം രോഗിയാവുന്നത് അന്ന് നാം ആലോചിക്കും ആരോഗ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്. നമ്മൾക്കിന്ന് കാഴ്ച ശക്തിയുണ്ട്, കേൾവി ശക്തിയുണ്ട്, ചിന്താശേഷിയുണ്ട്, ഇതുള്ള കാലത്തൊന്നും ഇതിൻ്റെ മഹത്വം നാം തിരിച്ചറിയില്ല. സാമ്പത്തികമായി റാഹത്തായി ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് പടച്ച റബ്ബ് നൽകിയപ്പോൾ അതില്ലാത്ത അവസ്ഥയെക്കുറിച്ച് നാം ആലോചിക്കില്ല. നമ്മൾക്ക് ഈ നാട്ടിൽ സുരക്ഷിതമായി സമാധാനത്തോടു കൂടി നിർഭയത്വമായി ജീവിക്കാനുള്ള അവസരങ്ങളുണ്ട്. അത് ഉണ്ടാവുന്ന കാലത്ത് അതിൻ്റെ മഹത്വം നാം തിരിച്ചറിയില്ല. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ആഫിയത്തിനെ ഒരാൾ തിരിച്ചറിയുക എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്നുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിനോടും ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇന്നബ്ന ആദമ ലം യുഅത ശൈഅൻ അഫ്ളല മിനൽ ആഫിയ ഫസ്അലുല്ലാഹൽ ആഫിയ, ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ദീനിന് ശേഷം ആഫിയത്താണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കണമെന്ന് പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അവര് പറയുന്നുണ്ട്, ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞാൽ, ലൗ അറഫ്തു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണെന്ന് എനിക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ മാ സഅൽതുല്ലാഹ ഫീഹാ ഇല്ലൽ ആഫിയ, അല്ലാഹുവിനോട് ഇബ്നു ശൈബ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, പടച്ച റബ്ബിനോട് ഞാൻ ആഫിയത്ത് അല്ലാത്തതൊന്നും
ചോദിക്കുമായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അവരോടുള്ള സലാമിലും അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. അവർക്ക് വേണ്ടിയും ആഫിയത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥന. അതിൽ ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾക്ക് ആഫിയത്ത് വേണ്ടത്, സൗഖ്യം വേണ്ടത് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഹ്മദും അബൂദാവൂദും ഉദ്ധരിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ വേണ്ടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في الدنيا والآخرة. اللهم أسألك العفو والعافية في ديني ودنياي وأهلي ومالي എന്ന് തുടങ്ങിയ പ്രാർത്ഥന. അതിൻ്റെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാം. ഓരോ ദിവസവും നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. ഏതൊക്കെ കാര്യത്തിലാണ് ആഫിയത്ത് വേണ്ടത്? നമ്മൾ സാധാരണ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആഫിയത്തിനെ കുറിച്ച് പറയാം. ആഫിയത്തോടുള്ള ദീർഘായുസ്, ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ് നാം ആഫിയത്ത് ഉപയോഗിക്കുക. എന്നാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം അൽ ആഫിയത്തു ഫിദ്ദീൻ, ദീനിലുള്ള ആഫിയത്ത്. എന്താണ് ദീനിലുള്ള ആഫിയത്ത്? എന്താണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ത്വലബുൽ വിഖായ, അള്ളാഹുവിനോട് പടച്ച റബ്ബിനോട് സംരക്ഷണത്തെ തേടലാണ്. ഏതിൽ നിന്നൊക്കെ? ആ ദീൻ ഫസാദായി പോകുന്ന കാര്യത്തിൽ നിന്നെല്ലാം. ആ ദീനിൽ നിന്ന് സുരക്ഷിതത്വം വേണ്ട കാര്യത്തിൽ നിന്നെല്ലാം പടച്ച റബ്ബിനോട് ചോദിക്കാൻ. അസ്സലാമത്തു മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്നുള്ള സംരക്ഷണം. നമുക്കറിയാം ഏറ്റവും വലിയ പാപം ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു മറ്റെന്ത് പാപങ്ങൾ ചെയ്താലും തെറ്റുകൾ ചെയ്താലും പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് അത് പുറത്തു കൊടുക്കും, പക്ഷെ ശിർക്ക് ചെയ്തവർക്ക് അത് പുറത്തു കൊടുക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തന്ന കാര്യം. നിങ്ങൾ എന്ത് തന്നെ നന്മകൾ ചെയ്താലും, എത്ര തന്നെ ഇബാദത്തുകൾ ചെയ്താലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ച റബ്ബ് പറഞ്ഞത് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, താങ്കളെങ്ങാനും ഷിർക്ക് സംഭവിച്ചു പോയാൽ, ഷിർക്ക് ചെയ്തു പോയാൽ, എത്ര വർഷം എത്ര തന്നെ ഇബാദത്തുകളിൽ മുഴുകിയാലും പടച്ച റബ്ബ് അതൊക്കെ ബാത്തിലാക്കി കളയും. ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ, എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും കരഞ്ഞു പ്രാർത്ഥിച്ചാലും ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാവും. വമഅവാഹു നാർ, അവൻ നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരുമെന്ന് പറഞ്ഞ ആ ഒരു ഷിർക്കിൽ നിന്നുള്ള സംരക്ഷണമാണ് ഒന്നാമതായി അതിൽ വേണ്ടത്. വസ്സലാമത്തു മിനൽ ബിദഅ, ബിദഅത്തിൽ നിന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത, ദീനിൽ പുതുതായി ചേർത്ത കാര്യങ്ങൾ, അതെന്തൊക്കെ തന്നെ ആയാലും അതിൽ നിന്നൊക്കെ സംരക്ഷണമാണ് ദീനിലുള്ള ആഫിയത്ത്. അതേപോലെ തന്നെ നിഫാഖിൽ നിന്ന്, കപടതയിൽ നിന്ന്, മുസ്ലിമായി നടിച്ച് കപട വിശ്വാസിയായി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള സംരക്ഷണം. അതേപോലെ തന്നെ ഷഹ്വാത്തുകളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്. അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. ഖാല റബ്ബി സിജ്നു അഹബ്ബ ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ, ഈ സ്ത്രീ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്കുത്തമം റബ്ബേ ഈ ജയിലറകളാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കാനുള്ള കാരണം അതാണ്. അദ്ദേഹത്തിന് ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടായാലും, തടവറകളിൽ അടക്കപ്പെട്ട് പ്രയാസപ്പെടേണ്ടി വന്നാലും അതിനേക്കാൾ എനിക്ക് നല്ലത് റബ്ബേ എൻ്റെ ദീനിന്റെ സംരക്ഷണമാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കാനുള്ള കാരണം അതാണ്. അതേപോലെ തന്നെ ഇത്തിബാഉൽ ഹവ, ഹവകളെ, ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്ന അവസ്ഥ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തന്നതാണ് റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. റബ്ബേ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങളെ ഹൃദയങ്ങളെ
തെറ്റിച്ച് കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസവും സൂറത്തുൽ ഫാത്തിഹയിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ നേരായ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ എന്ന് ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും വലിയ ആഫിയത്ത് വേണ്ടത്, നമ്മൾക്ക് സുരക്ഷിതത്വം വേണ്ടത്, സംരക്ഷണം വേണ്ടത്, സലാമത്ത് വേണ്ടത് ദീനിന്റെ കാര്യത്തിലാണ്. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും മുൻഗാമികൾ തയ്യാറായിരുന്നു എന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം നാം സൂറത്തുൽ ബുറൂജിന്റെ തഫ്സീറുകളിലൂടെ നാം വായിക്കുന്നുണ്ട്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ആ കൂട്ടർ ആളുകൾ സ്വഹീഹ് മുസ്ലിമിലുള്ള ഇമാം മുസ്ലിം ഇതിന്റെ തഫ്സീർ ആയിക്കൊണ്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഇമാം മുസ്ലിമിലുള്ള ഒരു റിപ്പോർട്ട് കാണാം. ഈ ആളുകൾ ആരാണ്? അവർ ചെയ്ത തിന്മ എന്താണ്? വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പടച്ച റബ്ബിൽ വിശ്വസിച്ചു എന്നല്ലാതെ മറ്റൊരു പാപവും ചെയ്യാത്ത മനുഷ്യർ, അവർ മുസ്ലിങ്ങളായി മുഅ്മിനീങ്ങളായി വിശ്വാസികളായി എന്നതാണ് അവർ ചെയ്ത പാതകം. അതിന്റെ പേരിലാണ് കിടങ്ങുകൾ കുഴിക്കപ്പെട്ട് തീക്കുണ്ടാരത്തിലേക്ക് പച്ച മനുഷ്യരെ വലിച്ചെറിയപ്പെടുന്നത് എന്ന് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അല്ലദീ ലഹുൽ മുൽക്കു സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എന്നാൽ പടച്ച റബ്ബ് ഈ കാണുന്ന ചെയ്തികൾ മുഴുവൻ കാണുന്നുണ്ട് എന്നുള്ള താക്കീതാണ് അടുത്ത വചനത്തിലൂടെ പടച്ച റബ്ബ് നൽകുന്നത്. എന്തൊക്കെ ക്രൂരതകൾ ചെയ്താലും, എന്തൊക്കെ പീഡനങ്ങൾ ഉണ്ടായാലും, ബോംബുകൾ കൊണ്ട്, ഗ്രനേഡുകൾ കൊണ്ട്, മിസൈലുകൾ കൊണ്ട് തകർക്കാൻ ശ്രമിച്ചാലും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഓരോ കാര്യത്തിനും പടച്ച റബ്ബ് സാക്ഷിയാണ്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ ചരിത്രം സുദീർഘമായ ചരിത്രമാണ്. മുൻഗാമികളിൽപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരു സാഹിർ, അദ്ദേഹത്തിന് പ്രായമായപ്പോ ആ രാജാവ് അവിടെയുള്ള ഒരു ചെറിയ കുട്ടിയെ ആ സിഹർ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. പിന്നീട് ആ കുട്ടി ആ സാഹിറിന്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് അതേപോലുള്ള ഒരു പണ്ഡിതന്റെ അടുക്കൽ പോയി ദീൻ പഠിക്കുന്നുണ്ട്. ദീൻ പഠിച്ച് അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ്, ഈ സിഹറിന്റെ കപടത തിരിച്ചറിഞ്ഞ് അവനൊരു മുസ്ലിമായി മുഅ്മിനായി ആളുകൾക്ക് ഹിദായത്തിന് കാരണമായ സുദീർഘമായ ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ ചരിത്രത്തിന്റെ അവസാനത്തിൽ ആ നാട് മുഴുവൻ ഇസ്ലാമിലേക്ക് ഈ ചെറു പിഞ്ചു മകൻ കാരണം വന്നതിന്റെ ശേഷം ആളുകളേക്ക് അവിടെയുള്ള രാജാവ് ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയായി തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവസാനം ഒരു പിഞ്ചു കുഞ്ഞുമായി വരുന്ന ഒരു ഉമ്മയുടെ ചരിത്രം അതിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ ഉമ്മ ആ തീയിലേക്ക് എടുത്തു ചാടാൻ വൈമനസ്സം കാണിക്കുമ്പോൾ ആ പിഞ്ചു കുഞ്ഞ്, തന്റെ കൈകളിൽ ഉണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞ് ആ ഉമ്മയോട് പറയുന്ന വാക്കുണ്ട്, ഫഖാല ലഹൽ ഗുലാമു യാ ഉമ്മി ഇസ്ബിരി ഫഇന്നക അലൽ ഹഖ്. ഉമ്മ, താങ്കൾ ക്ഷമിക്കണം, താങ്കൾ പിന്നോട്ട് പോവരുത്. ഫഇന്നകി അലൽ ഹഖ്, താങ്കൾ സത്യത്തിലാണ് ഉമ്മ, അങ്ങ് ഹക്കിന്റെ പക്ഷത്താണ് ഉമ്മ, അങ്ങ് സത്യത്തിലാണ്, അതുകൊണ്ട് പിന്മാറരുത് എന്ന് പിഞ്ചു കുഞ്ഞ് ആ ഉമ്മയോട് പറഞ്ഞു എന്ന് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് അവരുടെ ശരീരത്തെക്കാൾ വലുത് ദീനിന്റെ സംരക്ഷണമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് ഒന്നാമത് ചോദിക്കുന്ന ആഫിയത്ത് എന്നുള്ളത് അത് ദീനിന്റെ സംരക്ഷണമാണ്. രണ്ടാമതായി വൽ ആഫിയത്തു ഫിദ് ദുനിയ, ദുനിയാവിന്റെ കാര്യം, ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്ന്, ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിർഭയമായി ജീവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നത്. നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവുമ്പോൾ ആരോഗ്യത്തിന്റെ മഹത്വം നമ്മൾക്കൊരിക്കലും തിരിച്ചറിയൂല. എത്രയെത്ര സമ്പത്തുള്ള ആളുകളുണ്ട്, കോടാനുകോടികളുടെ സ്വത്തുക്കളുള്ള ആളുകൾ, പക്ഷേ അവർക്കൊരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കൂല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ വിഭവം പോലും കഴിക്കാൻ സാധിക്കാതെ ഹോസ്പിറ്റൽ കിടക്കുകളിൽ കഴിയുകൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. അവർക്ക് സഹായിക്കാൻ ആളുകളുണ്ട്, സമ്പത്തുണ്ട്, പരിചാരകന്മാരുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ആഫിയത്ത് നഷ്ടപ്പെട്ടു, സൗഖ്യം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അനുഗ്രഹത്തെ നാം തിരിച്ചറിയണം. നമ്മൾക്ക് അപകടങ്ങളില്ലാതിരിക്കാൻ, ജീവിതത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ച് എത്ര പെട്ടെന്നാണ്
നമ്മുടെ കൺമുമ്പിൽ എത്ര സുന്ദരമായി കളിച്ച് ചിരിച്ച് സന്തോഷത്തോടു കൂടി യാത്ര ചെയ്തിരുന്ന ആളുകൾ, കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര പോയിരുന്ന ആളുകൾ, എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ ആളുകളൊക്കെ യാത്ര പോകുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ, ഒരു നിമിഷത്തെ അപകടം ആ കുടുംബത്തിന്റെയും നാടിന്റെയും സമൂഹത്തിന്റെ മുഴുവൻ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞ എത്ര വാർത്തകൾ നാം വായിക്കുന്നുണ്ട്. കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയ, വേനൽ അവധിക്കാലത്ത് കുളിക്കാൻ പോയ സഹോദരൻ കുളത്തിൽ മുങ്ങി മരിക്കുന്ന വാർത്തകൾ നാം കാണുന്നുണ്ട്. ചെറിയ ചെറിയ അപകടങ്ങൾ മൂലം ജീവിതകാലം മുഴുവൻ ശരീരം തളർന്നുകൊണ്ട് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും സാധിക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഉണ്ടാവുമ്പോൾ റബ്ബിനോട് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ചോദിക്കണം, അല്ലാഹുമ്മ അസ്അലുകൽ അഫ്വ വൽ ആഫിയ, റബ്ബേ നിന്നോട് ആഫിയത്ത് ചോദിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് ചോദിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, എനിക്ക് രോഗം വന്നാൽ, എനിക്ക് രോഗം പിടിപ്പെട്ടാൽ അള്ളാഹുവാണ് എൻ്റെ രോഗത്തെ സുഖപ്പെടുത്തുന്നത്. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും കാണുന്നത് അതാണ്. ശക്തമായ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ പ്രയാസങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടും പടച്ച റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് പടച്ചറബ് മറുപടി കൊടുക്കുകയും ആ സൗഖ്യം തിരിച്ചു നൽകുകയും ചെയ്തത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾക്ക് നൽകിയ ആരോഗ്യത്തിന്റെ ആ അനുഗ്രഹം നാം തിരിച്ചറിയുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യുക. നമ്മൾക്ക് നൽകിയ ഉറക്കം എന്നുള്ളത്, നടത്തം എന്നുള്ളത്, കാഴ്ച എന്നുള്ളത്, കേൾവി എന്നുള്ളത് അനുഗ്രഹമാണ് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുക. വൽ ആഫിയത്തു ഫിൽ ആഖിറ, മൂന്നാമതായി പരലോകത്തുള്ള ആഫിയത്താണ്, അവിടെയുള്ള രക്ഷയാണ്, സുരക്ഷിതത്വമാണ് പടച്ച റബ്ബിനോട് നാം ചോദിക്കുന്നത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരാണ് വിജയികൾ? ആ നരകത്തിൽ നിന്ന് ആരൊക്കെയാണോ രക്ഷപ്പെടുത്തപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, ആരാണോ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഖബറിന്റെ ഫിത്നയെ തൊട്ട് പരലോകത്തെ മഹ്ശറയിലെ ഫിത്നയെ തൊട്ട് നമ്മൾക്ക് നരകത്തിന്റെ ഭയാനകതയെ തൊട്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അവിടെയുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നാലാമതായി അൽ ആഫിയത്തു ഫിൽ അഹ്ൽ, കുടുംബത്തിലുള്ള ആഫിയത്ത്. കുടുംബത്തിൽ ഓരോ ഉപ്പയുടെയും ഓരോ ഉമ്മയുടെയും ആഗ്രഹവും സ്വപ്നവുമായിരിക്കും കൺകുളിർമയേകുന്ന, അവർക്ക് സമാധാനം നൽകുന്ന സന്താനങ്ങൾ ഉണ്ടാവണമെന്നുള്ളത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന പ്രാർത്ഥനയാണ്. ഓരോ ഉപ്പയുടെയും ഓരോ ഉമ്മയുടെയും ആഗ്രഹവും സ്വപ്നവുമാണ് മക്കൾ കൺകുളിർമയുള്ളവരാവണം, അവർക്ക് സമാധാനം കൊടുക്കുന്നവർ, അവർക്ക് താങ്ങാവുന്നവർ, അവർക്ക് തണലാവുന്നവർ, അവർക്ക് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നവരായി മക്കൾ മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഉപ്പയും ഒരു ഉമ്മയും നമ്മുടെ കൂട്ടത്തിലില്ല. പക്ഷെ നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ നിസ്കാരം നിലനിർത്തുന്നവർ എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ തലമുറകളിൽ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പരീക്ഷണമാണ് ഒരുപാട് കുടുംബങ്ങളിൽ ലഹരികൾക്കടിമപ്പെട്ട് ബോധം നഷ്ടപ്പെട്ട് ഉമ്മയും ഉപ്പയും തിരിച്ചറിയാത്ത മക്കൾ, കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ദുഷ്പേരുണ്ടാക്കുന്ന ഫിത്നകളായി മാറുന്ന മക്കൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട അനുജന്മാരെ, ആ ഉപ്പക്ക് ഉമ്മക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമേകുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു ഹംലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ മണ്ണോട് ചേർന്നാൽ ആളുകളൊക്കെ പിരിഞ്ഞു പോയാൽ അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ്, അതിൽ ഒന്ന് പറഞ്ഞത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കണ്ണ് നിറഞ്ഞ് ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി അവരെ മരണശേഷവും പ്രാർത്ഥിക്കുന്ന മക്കൾ. അങ്ങനെയുള്ള മക്കളായി നമ്മൾ മാറണം. ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന,
കൺകുളിർമയേകാൻ നൽകുന്ന അവരോട് വലാ തഖുൽ ലഹുമാ ഉഫിൻ, വാർദ്ധക്യത്തിൽ അവരോട് ചേർന്നുള്ള ഒരു വാക്ക് പോലും പറയാതെ, അവരോട് കയർത്ത് സംസാരിക്കാതെ അവരെ ചേർത്ത് പിടിക്കുന്ന സ്നേഹിക്കുന്ന മക്കളായി പ്രിയപ്പെട്ടവരെ മാറണം. അതിനുള്ള പ്രാർത്ഥനയാണ് കുടുംബത്തിലുള്ള ആഫിയത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുള്ള അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ആഴവും അതിലൊരു അർത്ഥവ്യാപ്തിയും എത്രത്തോളം ഉണ്ട് എന്നതാണ് നാം പറഞ്ഞു വന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും റബ്ബേ ആഫിയത്തിനെ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദീനി വ ദുനിയായ, ദീനിലും അതേപോലെ തന്നെ ദുനിയാവിലും, ദുനിയാവിലെ കാര്യങ്ങളിലും റബ്ബേ നിന്നോട് ആഫിയത്ത് ചോദിക്കുകയാണ്. വ അഹ്ലി വ മാലി, അല്ലാഹുവേ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും നീ ആഫിയത്ത് നൽകണേ. അവസാനമായി അതിൽ പറയുന്നത് വമാലി, എൻ്റെ സമ്പത്തിലും നീ ആഫിയത്ത് നൽകണേ എന്നുള്ളതാണ്. എങ്ങനെയാണ് സമ്പത്തിൽ ആഫിയത്ത് ഉണ്ടാവുക? അതിനെ വിശദീകരിച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ഉള്ള സമ്പത്തിനെ സംരക്ഷിക്കുകയും അതിൽ ബറക്കത്ത് നൽകുകയും അതിനെ ഹലാലാക്കി മാറ്റുകയും ഹലാലായ രൂപത്തിലുള്ള സമ്പാദ്യമാക്കി മാറ്റുകയും അങ്ങനെ സമ്പാദിക്കാനുള്ള തൗഫീക്ക് നൽകപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം, ലാ തസാലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ചില കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പരലോകത്ത് ഒരാളുടെ ഒരു കാൽപാദം പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ്, നിന്റെ സമ്പത്ത് നീ എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് നീ സമ്പാദിച്ചത്, നിന്റെ ഏർണിങ്സ് എന്താണ്, അത് ഹലാലാണോ അമിൻ ഹലാലിൻ ഔ ഹറാം, ഹറാമാണോ എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളുടെ ഒരു കാൽപാദം ഒരു അടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ വഫീമാ അൻഫഖ്, എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചത്, നിന്റെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ സ്പെൻഡ് ആയിട്ടുണ്ട് എങ്കിൽ അത് എന്തിനാണ്, അത് ഹലാലിലാണോ ഹറാമിലാണോ എന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്ന് തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ ഉള്ള സമ്പത്തിൽ നമ്മൾക്ക് ബറക്കത്ത് വേണം. ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല, ഉണ്ടായാൽ അള്ളാഹു നൽകിയാൽ ഖൈർ, എന്നാൽ ഉള്ളതിൽ തൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുക, അത് ഹലാലാവുക. അൽ ബുഅദു അനിർ റിബ, റിബയിൽ നിന്ന് പലിശയിൽ നിന്ന് മുക്തമാവുക. അതേപോലെ തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്ന, കവർച്ച ചെയ്യപ്പെടുന്ന, മുങ്ങിപ്പോവുന്ന അവസ്ഥകളെ തൊട്ട് സംരക്ഷണം ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല റസൂലിലൂടെ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിക്കുക കുടിക്കുക, വലാ തുസ്രിഫു, നിങ്ങൾ അതിൽ അതിര് കവിയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്തരത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കൾ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച് ദീനിന് എപ്പോഴാണോ ആവശ്യമുണ്ടാവുന്നത് ആ സമയത്തൊക്കെ ബിറുർ റൂമയെ പോലെ, അതേപോലെ തന്നെ തബൂക്ക് യുദ്ധത്തിന്റെ ചരിത്രത്തിലൊക്കെ ഇസ്ലാമിനെ സഹായിച്ച മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം വായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ചെറിയ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന എത്രത്തോളം വലിയ സന്ദേശങ്ങളാണ് നമ്മൾക്കുള്ളത്. നമ്മുടെ ദീനിന്റെ കാര്യം മുഴുവൻ അതിൽ ഉൾപ്പെട്ടു. ദീനിനെ ഫസാദാക്കി കളയുന്ന ശിർക്കും കുഫ്റും ബിദ്അത്തിനിൽ നിന്നൊക്കെ സംരക്ഷണം നാം ചോദിച്ചു. അതേപോലെ തന്നെ അതിനെ കുറച്ച് കളയുന്ന, ദീനിൽ പിന്നോട്ടടുപ്പിക്കുന്ന നമസ്കാരം ഉപേക്ഷിക്കുക, അതുപോലെയുള്ള കാര്യങ്ങളെ തൊട്ട് പടച്ചിറബിനോട് നാം സംരക്ഷണം ചോദിച്ചു. അതേപോലെ തന്നെ ദുനിയാവിൻ്റെ കാര്യങ്ങളും ആരോഗ്യത്തിന് വേണ്ടി, ഹലാലായ സമ്പാദ്യത്തിന് വേണ്ടി, കുടുംബത്തിൽ കൺകുളിർമയുണ്ടാവാൻ വേണ്ടി, ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി കഴിയാനുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രാർത്ഥനയാണ് ചെറിയൊരു പ്രാർത്ഥനാ വചനത്തിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഫദ്കുറൂനി അദ്കുറുക്കും,
വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, ദിക്ർ ചെയ്താൽ, അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും സ്മരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, അദ്കാറുകൾ, രാവിലെയും വൈകുന്നേരം നാം ശീലമാക്കേണ്ട അദ്കാറുകൾ, ഒരു 5-10 മിനിറ്റ് മാത്രം പള്ളിയിലിരുന്നാൽ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. നമ്മളും നമ്മുടെ കുടുംബവും ഭാര്യയും മക്കളും എല്ലാവരും ഇത് ജീവിതത്തിൽ ഉപേക്ഷിക്കാത്ത പ്രാർത്ഥനയാക്കി മാറ്റണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മമാക്കി മാറ്റുമാറാകട്ടെ.